വിഷ്ണു ഗോപാൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ ശുചീകരണ പ്രവർത്തനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ മുതൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലയുടെ പല ഭാഗത്തും നമുക്കറിയാം ജില്ലയിൽ ഒരു പരിമിതിയുണ്ട്. നിലവിൽ ജില്ലയിലെ പല ഭാഗത്തും ഭൂരിപക്ഷം ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലും കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയിട്ടുണ്ട്. എന്നാൽ പോലും ജില്ലയിലെ മുഴുവൻ വോളണ്ടിയറിനെയും രാവിലെ മുതൽ സജ്ജീകരിച്ചുകൊണ്ട് റാന്നിയിലെ വ്യാപാര സ്ഥാപനം ഇപ്പം ഈ വ്യാപാര സ്ഥാപനം കയറി ഞങ്ങൾ അടക്കം കയറി കണ്ടപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ മെറ്റീരിയൽ അവർ ഓണവുമായി ബന്ധപ്പെട്ട് ഇറക്കിയതാണ്. മുഴുവൻ സാധനവും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഉള്ളിലോട്ട് ഇവർക്ക് മാറ്റി കൊടുക്കുന്നത്. പക്ഷേ നമുക്കിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ MLA അടക്കം സർക്കാർ സംവിധാനം മൊത്തം പരാജയപ്പെട്ടിരിക്കുകയാണ്. റാന്നി അടക്കം കോഴഞ്ചേരി അടക്കം സർക്കാരിൻ്റെ ഒരു ഉത്തരവുകളോ അല്ലെങ്കിൽ അവർക്കൊരു നിർദ്ദേശമോ കൊടുക്കാൻ വേണ്ടി ആരും കഴിയുന്നില്ല. അപ്പം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ റാന്നിയിലെ വ്യാപാരി സ്ഥാപനങ്ങളും വീടുകളും അടക്കം കൃത്യമായി തന്നെ വരും ദിവസങ്ങളിലും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡുകൾ ഇറങ്ങി കൃത്യമായി തന്നെ വൃത്തിയാക്കി കൊടുക്കുന്നതാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷററും റാന്നി ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ, മാത്രമല്ല ഒരു ജനപ്രതിനിധി കൂടിയാണ്. അമലോട് അമലെ, ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങൾ പരാജയത്തിലാണ്. ഇവിടെ പ്രളയത്തെ സംബന്ധിച്ച് മുന്നൊരുക്കത്തിനായി ഒരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായില്ല. മുൻകാലങ്ങളിൽ പൊതുവെ ഇത്തരത്തിൽ ഡാം ഉൾപ്പെടെ തുറന്നുവിടുന്ന ഘട്ടത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തരുന്നതും ആളുകൾ അലർട്ടാവുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത്തവണ അങ്ങനെ ഒരു നിർദ്ദേശവും തന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ റാന്നിയിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് റാന്നിയിലെ വ്യാപാരികൾക്കുണ്ടായിട്ടുള്ളത്. അവർക്ക് ഒരു പ്രളയത്തിന് ശേഷം അതിനെ അതിജീവിച്ച ഒരു വിഭാഗമാണ് റാന്നിയിലെ വ്യാപാരികൾ. എന്നാൽ വീണ്ടും ഒരു പ്രളയക്കെടുതിയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയമാണ്. ഇപ്പോൾ ഇതിന് തൊട്ടടുത്താണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സൈറൻ. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ തരാൻ ആ സൈറൻ ഉപയോഗിക്കാറുള്ളതാണ്. അങ്ങനെ ഒരു സൈറൻ പോലും, നിസ്സാരമായ ഒരു സൈറൻ അടിക്കുന്ന ജാഗ്രത പോലും റാന്നിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ നാടിനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഈ നാട് വലിയ ദുരിതത്തിലേക്ക് പോകുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കാൻ, അതിജീവിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത്. കടയുടെ അകത്തൂടെ കൂടെ വാ. ഇതുണ്ടോ, ഇതാണ് ഷമി കടയുടെ അകത്തെ അവസ്ഥ ഒന്ന് കാണേണ്ടതാണ്. ഷമി, ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്ന ഈ അവസ്ഥ കാണുക. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ കടക്കാർക്കുണ്ടായെന്ന് തോന്നുന്നു. ആ ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്ന ഈ കട. നമ്മൾ നോക്കിയ ഇപ്പം മുഴുവൻ അകത്ത് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ടീം ശുചീകരിക്കുന്നത് കാണാം. ഈ കടയുടെ ജീവനക്കാരോ അല്ലെങ്കിൽ ഉടമകൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇന്ത്യ കട ഇത് ഡിവൈഎഫ്ഐ പ്രവർത്തനം നടത്തുന്ന ആ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും ദൃശ്യങ്ങളിൽ. ഈ കട എനിക്ക് തോന്നുന്നുണ്ട് മുഴുവൻ കടയിലെ സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു എന്നൊരു സാഹചര്യം തോന്നുന്നു. ഇവിടെയാണ് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ടീം, വനിതാ അംഗങ്ങളുണ്ട്, വനിതാ കേഡർമാരുണ്ട്, എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനം. ഈ തുണികളെല്ലാം അവർ പിറക്കിയെടുക്കുകയാണ്, വെക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സഖാവ് മുഴുവൻ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ലേ? മുഴുവൻ നഷ്ടമായി, അവർക്ക് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. മൊത്തം വെള്ളമാണല്ലേ? നിങ്ങളിവിടെ വരുമ്പോൾ എനിക്കൊന്ന് അത്തരത്തിലുള്ള കാഴ്ചയായിരുന്നു കണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇത് കാണാൻ സാധിക്കും. അങ്ങനെ ഈ കട മാത്രമല്ല, റാന്നി നഗരത്തിലുള്ള ഏതാണ്ട് എല്ലാ കടകളും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്. അമലെ, ഇത് റാന്നിയിലെ ഈ ഒരു കടയുടെ മാത്രം അവസ്ഥയായിരുന്നു? മൊത്തം റാന്നിയിലെ മുഴുവൻ കടകളും ഇതാണ് അവസ്ഥ. ഓണം വരുന്ന ഒരു ഘട്ടമായിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് റാന്നിയിലെ വ്യാപാരികൾ വലിയ പർച്ചേസൊക്കെ ചെയ്ത് ഓണത്തിനുണ്ടാകുന്ന കച്ചവട ലാഭത്തിലൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. അവർ വലിയ കടക്കണിയിലേക്കാണ് പോയത്. വലിയ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഗവൺമെൻറ് വരുത്തിവെച്ച ഒരു നഷ്ടം തന്നെയാണ്. നേരത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ, ഡാം തുറന്നു വിടുന്നത് ഒരു അലേർട്ട് കൊടുത്തിരുന്നെങ്കിൽ, വെറുതെ ഒരു വാട്സപ്പ് മെസ്സേജെങ്കിലും വന്നിരുന്നെങ്കിൽ റാന്നിയിലെ വ്യാപാരികൾ ഇത് എടുത്തു മാറ്റുന്നതിന് ഒരു ശ്രമം നടന്നു. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം, പൂർണ്ണമായിട്ടും മുഴുവൻ വെള്ളത്തിലാണ്. അപ്പോൾ ഇത്തരത്തിലൊന്ന് വരുത്തിവെച്ചതാണ്. ആ നഷ്ടം പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്.